MSP ക്യാമ്പിനടുത്ത് ലോറി തലകീഴായി മറിഞ്ഞു. പാലക്കാടേക്ക് പോവുകയായിരുന്ന ലോറിയാണ് മറിഞ്ഞത്. പോസ്റ്റിൽ ഇടിച്ചതുമൂലം വൈദ്യുതിയും താറുമാറായി. നിസാര പരിക്കുകളോടെ ഡ്രൈവർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മലപ്പുറം MSP ക്യാമ്പിന് പരിസരത്താണ് ഒരു ലോറി തലകീഴായി മറിഞ്ഞിട്ടുള്ളത്. MSP ക്യാമ്പ് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഒരു വലിയ വളവുണ്ട്. ആ വളവ് കഴിഞ്ഞ് തൊട്ടിപ്പുറത്താണ് ഒരു ലോറി തലകീഴായി താഴ്ചയിലേക്ക് പതിക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. വളവ് കഴിഞ്ഞ് വരുന്നതിനിടയ്ക്ക് നിയന്ത്രണം വിട്ടതാകാമെന്നതാണ് പ്രാഥമികമായ നിഗമനം. ഇവിടെ ഒരു മതിൽക്കെട്ടുണ്ടായിരുന്നു. ആ മതിൽക്കെട്ടും പൊളിച്ചാണ് ലോറി താഴേക്ക് പതിച്ചിട്ടുള്ളത്. ലോഡുമായി പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന ലോറിയാണിത്. ഇതിലെ ഡ്രൈവറും തമിഴ്നാട് സ്വദേശിയാണ്. അദ്ദേഹത്തിന് പക്ഷേ അങ്ങനെ കാര്യമായ പരിക്കൊന്നും പറ്റിയിട്ടില്ല. ചെറിയ പരിക്ക് മാത്രമാണുള്ളത്. തൊട്ടപ്പുറത്തെ ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിൽ കഴിയുന്നുമുണ്ട്. ഇപ്പോൾ മറ്റൊരു അപകട സാധ്യതയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാഹനത്തിലുണ്ടായിരുന്ന ഇന്ധനമൊക്കെ മറ്റൊരു പാത്രത്തിലേക്ക് പോലീസും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്ന് മാറ്റുകയാണ്. വിശദമായിട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ ലീക്ക് വരുന്നതായിട്ട് കണ്ടു. ഈ ഡീസൽ ലീക്ക് വരുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഡീസൽ ഞങ്ങളിപ്പോൾ ചോർത്താണ്. കാരണം അത് അപകടമാവും ഉണ്ടാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ചോർത്തി വേറെ കന്നാസിലേക്ക് ചോർത്തിയിട്ട് ഇവിടെ മാറ്റി വെക്കാനുള്ള ജോലികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ വിശദമായിട്ട് പരിശോധിച്ചു. അടിയിലും മറ്റും വാഹനങ്ങളൊന്നും ഇല്ല. ഞങ്ങൾ ഡ്രൈവറോട് ചോദിച്ചു. അപ്പോൾ തനിച്ചേ ഉള്ളൂ എന്നുള്ളത് ആണ് പറഞ്ഞത്. വാഹനത്തിൽ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മറ്റു വാഹനങ്ങളൊന്നും തട്ടിയിട്ടോ അല്ലെങ്കിൽ കൂട്ടിയിടിച്ചിട്ടോ ഒന്നും അല്ല അപകടം പറ്റിയെന്ന് പറഞ്ഞത്. ഇതൊരു മരത്തിൻ്റെ ഈർച്ചപ്പൊടി പോലത്തെ സാധനങ്ങളാണുള്ള ലോഡുള്ളത്. അപ്പോൾ അടിഭാഗത്ത് എന്തെങ്കിലും കുടുങ്ങിയിറക്കണ്ടോ എന്നുള്ളത് അയാളോടനെ ചോദിച്ചപ്പോൾ അത് വേറെ വാഹനത്തിൽ നിന്ന് തട്ടിയിട്ടില്ല. പോസ്റ്റിനെല്ലാം ഇടിച്ചിട്ട് സൈഡിലേക്ക് മറിഞ്ഞതാണെന്ന് പറഞ്ഞു. ഇതിങ്ങനെ ഈ ലോറി മറിയുന്ന സമയത്ത് തന്നെ തൊട്ടപ്പുറത്ത് വൈദ്യുതി പോസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ വൈദ്യുതി കമ്പിയിൽ തട്ടിയതോടുകൂടി പോസ്റ്റൊക്കെ മറിയുകയും വൈദ്യുതി ബന്ധം പൂർണ്ണമായിട്ടും താറുമാറായ അവസ്ഥയിലുമാണുള്ളത്. ഇവിടെ വലിയ ഇരുമ്പും കഷ്ണങ്ങളൊക്കെ കെട്ടിയുണ്ടാക്കിയ ഒരു ഫ്ലെക്സ് ബോർഡ് ഉണ്ട്. ആ ഫ്ലെക്സ് ബോർഡിൻ്റെ ഒരു ഭാഗവും പൂർണ്ണമായും അതിൻ്റെ കമ്പികളൊക്കെ ഉള്ളൊരു ഭാഗവും പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. ഒരുപക്ഷെ ഇന്ന് വൈകിട്ടോടുകൂടി ലോറിയൊക്കെ നിവർത്തി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് കരുതുന്നത്. അനീഷിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.